ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ സാഹിത്യ അക്കാദമി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതിന്റെ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കൊച്ചിൻ സാഹിത്യ അക്കാദമിക്ക് 2024 കാവ്യമാമാങ്കത്തിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിൽ പള്ളുരുത്തിയിൽ വിപിൻ സാർക്കടിയിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് DB ബിനു ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഒരു അഭിഭാഷകനാകാനോ ഒരു ജഡ്ജിയാകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗങ്ങൾ വഹിക്കാനോ ആർക്കും സാധിക്കും. പക്ഷെ ഒരു കവിയാകാൻ അങ്ങനെ സാധിക്കും. അതാണ് വ്യത്യാസം. അതിന് ജന്മസിദ്ധമായ ചില കഴിവുകൾ, ദൈവം തന്ന ചില സിദ്ധികളാണ്. അതെല്ലാവർക്കും ആകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ആയ ആളുകളെ അഭിസംബോധന ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാവ്യനീതി എന്ന ഒരു കാര്യം നിങ്ങൾ നോക്കാറുണ്ട്. പോയറ്റിക് ജസ്റ്റിസ്. എല്ലാ ന്യായാധിപന്മാരുടെ മനസ്സിലും ഒരു കവി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വിധിന്യായങ്ങളും ചിലപ്പോൾ കവിതകളായി മാറാം. കാവ്യസുരഭിലമാണ് പല വിധിന്യായങ്ങളും. ജസ്റ്റിസ് സുകുമാരൻ സാറിന്റെ പല ജഡ്ജ്മെന്റ്സും അതിനാണ് വളരെ എന്താണ് കാവ്യഭാഷ, കാവ്യ ഭംഗി തൊഴിലിൽ നിൽക്കുന്ന വിധിന്യായങ്ങൾ എഴുതിയ നിരവധി പ്രതിഭാധനരായ ന്യായാധിപന്മാർ. PS വിപിൻ അധ്യക്ഷത വഹിച്ചു. K വേണുഗോപാൽ വെമ്പിള്ളി, CK രാജം, MM സലീം, രഞ്ജൻ പള്ളുരുത്തി, ധനീഷ് എരമല്ലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലയുടെയും കായികത്തിന്റെയും എല്ലാം യുദ്ധത്തിന്റെയും ഒരു തുറന്ന മണ്ണായിട്ടാണ് ഇപ്പോഴും വിലയിച്ചു കിടക്കുന്നത്. തൊട്ടുപുറത്തേക്ക് നോക്കിയാൽ പച്ചക്കുട നിവർത്തി നിന്നുകൊണ്ട് ഹരിതഭംഗി നൽകുന്ന ഈ ഉറക്കമരങ്ങൾ കാറ്റിലാടി അതിന്റെ ഇലകൾ കൊഴിയുമ്പോഴുള്ളൊരു സുഖവും ഇലകൾ കുന്നുകൂടി ഈ ഓരത്ത് കിടക്കുമ്പോഴുള്ള രസവുമൊക്കെ കണ്ടു വളർന്ന ഞങ്ങൾക്ക് ഇന്നും പള്ളുരുത്തി എന്ന് പറഞ്ഞാൽ ഏറെ കുളിർമയാണ്, അഭിമാനമാണ്, അതിലേറെ വലിയ ചാരിതാർത്ഥ്യമാണ്. ഈ പള്ളുരുത്തിയുടെ മണ്ണിൽ നിന്നും തുടക്കം കുറിച്ച കൊച്ചിൻ സാഹിത്യ അക്കാദമി അതിന്റെ പിന്നിലൊക്കെ ഈ സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിച്ച സാഹിത്യത്തിന്റെ വക്താക്കളായിരുന്നു. 99% നമ്മൾ അത് അച്ചീവ് ചെയ്തു. ആ ഒരു നേട്ടം നമ്മൾ നേടിയെടുത്തു. ഒരുപക്ഷെ കഴിഞ്ഞ കൊല്ലം 2023 നമ്മൾ നാഷണൽ പോയറ്റ് മീറ്റ് നടത്തിയപ്പോ 125 മുകളിലുള്ള ആൾക്കാർക്ക് കവിത ചൊല്ലുവാനുള്ള സമയവും സാഹചര്യവും നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിരുന്നു. ഈ വർഷം നമുക്ക് അതിൽ കുറവ് വന്നെങ്കിലും, എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും 2024 ഏറ്റവും വലിയ ആശാലത സംസാരിച്ചു. അക്കാദമി സെക്രട്ടറി റോബിൻ പള്ളുരുത്തി സ്വാഗതവും അക്കാദമി വൈസ് പ്രസിഡന്റ് രഘു കല്ലറക്കൽ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.